ഓ കണക്കപ്പുള്ള കണക്ക് തുടങ്ങി. കണക്കല്ല അഞ്ചു, കാര്യം പറഞ്ഞതാ. നീ പറഞ്ഞില്ലേ ചേച്ചി കോളേജിൽ പോയിട്ടില്ല, വിദ്യാഭ്യാസം ഇല്ലെന്നൊക്കെ. ഞാൻ +2 കഴിഞ്ഞ് പഠിപ്പ് നിർത്തിയതേ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാ, ഈ കുടുംബത്തിന് വേണ്ടിയാ. പക്ഷെ അതൊന്നും ആരും ഇപ്പൊ മനസ്സിലാക്കുന്നില്ല. സത്യം പറഞ്ഞ നിങ്ങൾക്കൊക്കെ വേണ്ടിയാ ഞാൻ എന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തത്. കണ്ടമ്മേ അവൾ എല്ലാത്തിനും കണക്ക് പറയുന്നത്. ഇതിനേക്കാളും പേരെ പഠിക്കാതിരിക്കുന്നതായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ ഞങ്ങൾ ആരെങ്കിലും നിന്നോട് പറഞ്ഞോ? കുടുംബത്തിന് വേണ്ടി ചെലവാക്കാൻ കണക്ക് പറയുന്നോ? നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെയാണ് ജനിച്ചത്. ദേവിക, ഒരു മിനിറ്റ് നിൽക്കൂ. ഞാൻ ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിക്കരുത്. എനിക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും തന്റെ പുറകെ വരുന്നത്. ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ കുറെ ആയി ദേവികനെ പിറകെ നടക്കുന്നു. പക്ഷെ ദേവികന് കൂട്ടാക്കുന്നില്ല. ഞാൻ പ്രേമിച്ച് കിടക്കാനോ ഇഷ്ടം പറയാനോ അതിനൊന്നല്ല വന്നത്. എനിക്ക് ദേവികനെ കല്യാണം കഴിച്ച് കൊള്ളാന്നുണ്ട്. എടാ, ഞാൻ വർക്ക് ചെയ്യുന്നത് നടക്കാവിലാണ്. കുഴപ്പമില്ലാത്ത ജോലിയാട്ടോ. പിന്നെ വീട്ടിൽ അച്ഛൻ അമ്മ പെങ്ങളാണുള്ളത്. എൻ്റെ നാട്ടിലൊരു ബ്രോക്കറെ കൊണ്ട് ഞാൻ തൻ്റെ വീട്ടിൽ അന്വേഷിപ്പിച്ചു. പക്ഷെ റീപ്ലൈ ഒന്നും കിട്ടില്ല. ദേവിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ അങ്ങോട്ട് അയച്ചോട്ടെ. എൻ്റെ ബാക്കിൽ കുറെ കാലമായി നിങ്ങൾ നടക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം പറയാ. ഞാൻ +2 പഠിക്കുന്ന സമയത്താ അച്ഛൻ ഞങ്ങൾ വിട്ടുപോയത്. അന്നേരം ഒരുപാട് കടമുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. അനിയത്തിയാണെങ്കിൽ 10ാം ക്ലാസ്സും. അമ്മ ആകെ തളർന്നു പോയി. അന്ന് ഞാൻ പഠിപ്പ് ഉപേക്ഷിച്ച് ജോലിക്കിറങ്ങിയതാ. വീട്ടിലിപ്പോൾ എൻ്റെ വരുമാനം മാത്രമേ ഉള്ളൂ. ഞാനും കൂടി ഇപ്പോൾ കല്യാണം കഴിച്ചു പോയാൽ എൻ്റെ അമ്മയും അനിയത്തിയും. അതുകൊണ്ട് അവളുടെ പഠിത്തം കഴിഞ്ഞ് അവൾക്കൊരു ജോലി കിട്ടിയിട്ടേ ഞാൻ കല്യാണം കഴിക്കുമെന്ന് തീരുമാനിച്ചതാ. അതുകൊണ്ട് വെറുതെ എൻ്റെ ബാക്കിൽ നടന്ന് സമയം കളയണ്ട. സത്യം പറഞ്ഞ ദേവിനെ കുറിച്ച് എല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്തത്. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നതാ. അതുകൊണ്ട് ദേവികയുടെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അനിയത്തിയുടെ പഠിപ്പ് കഴിഞ്ഞ് എപ്പോഴാണോ ജോലി കിട്ടുന്നത് അതുവരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. അതിന് എത്ര കൊല്ലമായിരുന്നു. ദേവു, നീ കൊറേ സമയമല്ല ഇവിടെ വന്നിട്ട്? എന്താ ആലോചിച്ചിരിക്കുക? അതമ്മേ, എനിക്ക് അമ്മേനോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അത് എനിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. നല്ല ജോലിയുള്ള ആളാ. അത് മാത്രമല്ല നമ്മളെ കുറിച്ച് നല്ലപോലെ അറിയാവുന്നവരാ. അപ്പൊ അവര് ഫാമിലി ആയിട്ട് നമ്മുടെ വീട്ടിൽ വന്നോട്ടെ എന്നാ ചോദിക്കുന്നത്. ഞാൻ എന്താ അമ്മേ പറയേണ്ടത്? നീ എന്തേ പറയുന്നത്? ഇപ്പൊ തന്നെ നിന്റെ കല്യാണോ? നിന്റെ താഴെ ഉയർത്തിയില്ലേ? അവള് പഠിച്ചുകൊണ്ടിരിക്കില്ലേ? നീ എന്റെ കാര്യം വിട്ടേക്ക്. അവളെ ഒന്ന് സേഫ് ആക്കണ്ടേ? എന്റെ മോളെ, നിനക്ക് അവരോട് പറഞ്ഞൂടെ 2-3 വർഷം കണ്ട് കല്യാണം ആലോചിക്കുന്നുള്ളത്? നീ ഇത്ര ഇതാണ് അവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നത്? അവളുടെ എക്സാം കഴിഞ്ഞിരിക്കല്ലേ അമ്മേ. ഇനിയും വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ. അവൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി നോക്കിയാ പോരെ. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അമ്മയ്ക്കും ചെറുതായിട്ട് എവിടെയെങ്കിലും പോവാലോ. കുറെ കാലമായില്ല അമ്മേ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നു. സത്യം പറഞ്ഞ എനിക്ക് മതിയായമ്മേ. നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം മോളെ. ആ ചെറിയ പെൺകുട്ടിനെ പണിക്കയച്ചാൽ എനിക്ക് സമാധാനം കിട്ടുള്ളൂ അല്ലേ? അതും പോരാത്തത് ഞാനും പണിക്ക് പോണത്രേ. നിന്റെ അച്ഛനുള്ള സമയത്ത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങള്. എന്നിട്ട് നിന്റെ അച്ഛനെ പണിക്കയച്ചിട്ടില്ല. എന്നിട്ടാണല്ലോ ഇപ്പോ. എന്റെ പൊന്നു മോളെ, നിന്നെയൊക്കെ വിശ്വസിച്ചാണല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. എന്തായാലും ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനായല്ലോ. ഇനി നീ എന്തോ ആയിക്കോ. ഈ കാര്യത്തിന് നിന്റെ അമ്മയും അനിയത്ത് കൂടെ നിൽക്കാൻ വിചാരിക്കണ്ട.
സ്വന്തം കാര്യം നോക്കാൻ തീരുമാനിച്ചു അല്ലേ അമ്മേ? അവള് കല്യാണം കഴിഞ്ഞ് പോയാ നമ്മള് പെട്ടുപോവേ. അതെനിക്കറിയാം മോളെ, ഞാൻ പരമാവധി മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവളെല്ലാം തീരുമാനിച്ച പോലെയാണ് സംസാരിച്ചത്. അവളിപ്പോ ഈ കുടുംബം നോക്കുന്നോണ്ടാ നമ്മള് കഷ്ടമില്ലാണ്ട് കഴിഞ്ഞു പോകുന്നത്. ഇനെങ്ങാനും അവളുടെ വരുമാനം മുടങ്ങിയാ പിന്നെ അമ്മ ജോലിക്ക് പോകേണ്ടവര്. അമ്മ മാത്രമല്ല, നീയും ജോലിക്ക് പോകേണ്ടി വരും. അവള് 2-3 സ്ഥലത്ത് ജോലി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിപ്പോ സുഖിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ടേ അവളുടെ കല്യാണം മുടക്കാൻ ഞാൻ മാത്രമല്ല, നീയും ശ്രമിച്ചോ, എന്നാലേ നടക്കുള്ളൂ. ഇത് വലിയ മെനക്കേടായല്ലോ. അവളുടെ ഒരു കല്യാണം ഇത് മുടക്കി കൈ കൊടുത്തിട്ട് കാര്യമുള്ളൂ. എടി അഞ്ചു, നീ രാവിലെ തന്നെ ഇവിടെ വന്ന് മൊബൈൽ നോക്കി നിന്നാ വീട്ടിലെ പണിയൊക്കെ ആര് ചെയ്യാൻ പറ്റാ? അതൊക്കെ ചേച്ചി ചെയ്തില്ലേ? ചേച്ചി ചെയ്തില്ലേന്നോ? പിന്നെ നിനക്കൊക്കെ ഇവിടെ എന്താടി പണി? പുറത്ത് ജോലിക്ക് പോയിട്ട് നിങ്ങളെയൊക്കെ നോക്കും വേണം. ഇവിടുത്തെ എല്ലാ പണി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണല്ലേ? ഞാൻ എന്താ നിങ്ങളുടെ അടിമയാ? ചേച്ചി എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ആടി, നിനക്കൊക്കെ വേണ്ടി ഞാൻ ഇത്രയും കാലം താഴ്ന്നു തന്നില്ലേ? പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് ഇപ്പഴാ മനസ്സിലായത്. നിന്റെ കോളേജ് കഴിഞ്ഞതല്ലേ, മര്യാദയ്ക്ക് വല്ല പണിക്ക് പോകാൻ നോക്കിക്കോ. ഇനി എന്റെ ചെലവ് കഴിയാൻ നീ വിചാരിക്കണ്ട. ഇവക്ക് ഇതെന്താ പറ്റിയത്? മോളെ ഒന്ന് നിക്കടി, നിനക്ക് ഇന്നലെ ശമ്പളം കിട്ടിയതല്ലേ? ഒരു 2500 റുപ്യ ഉണ്ടാ. 2500? അമ്മയ്ക്ക് എന്തിനാ? അത് ഉഷേച്ചിന്റെ അടുത്ത് 2 ചുരിദാർ 4 മാക്സിമം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. മഴയല്ലേ, തുണികളൊന്നും ഉണങ്ങുന്നില്ല, കുറച്ച് എടുത്തു വെക്കാന്ന് പറഞ്ഞിട്ടാ. പുതിയ ചുരിദാർ മാക്സി ഇട്ട് എവിടെയും പോകാനൊന്നുമില്ലല്ലോ. വീട്ടിൽ വെറുതെ ഇരുന്ന് സീരിയൽ കാണാനല്ലേ? അതുകൊണ്ട് ഉള്ളത് മതി. ഡെയിലി ജോലിക്ക് പോകുന്ന ഞാനേ 4 ഡ്രസ്സ് മാറി മാറിയിട്ട് ഇട്ടിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോവാ. അമ്മയ്ക്ക് പുതിയ ഡ്രസ്സ് വേണമെന്ന് അത്രയ്ക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ വല്ല പണിക്കും പോയിട്ട് വാങ്ങിക്കാൻ നോക്ക്. ഇവിടെ വണ്ടി കേട് വന്നിട്ട് നേരക്കാൻ പൈസ ഇല്ല, അപ്പോഴാ 4 ചുരിദാറിനുണ്ട് മാക്സി. ഈ പെണ്ണെന്താ വല്ല ബാധയും കൂടിയോ? അല്ല അഞ്ചോ, നീ എങ്ങോട്ടാ? എന്നാലും വല്ലാത്ത ചേച്ചിയാണമ്മേ. ഒന്ന് റീചാർജ് ചെയ്യാൻ പോലും അവള് പൈസ തരുന്നില്ല. ഫോണിൽ ബാലൻസ് ഇരുന്നിട്ട് എത്ര ദിവസമായെന്നറിയോ? തിരുവങ്ങൂർ ഷോപ്പിൽ ആളിനെ വേണം പറഞ്ഞിട്ടൊരു പരസ്യം കണ്ടു. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അതിനായി നാളെ തൊട്ട് പണിക്ക് പോവാലോ. അതാ നല്ലത് മോളെ, അല്ലെങ്കിൽ നമ്മളെന്തിനും മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കണം. അല്ല, അമ്മ രാവിലെ തന്നെ എങ്ങോട്ടായി കൈക്കോട്ടായിട്ട്? നിന്റെ അതേ അവസ്ഥ തന്നെ മോളെ എനിക്കും. 100 രൂപ പോലും ചോദിച്ചാൽ ആ പെണ്ണ് തരണ്ടേ? വീട്ടിലേക്ക് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതിയോ? നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ? ആ ബംഗ്ലാവ് പോലത്തെ വീട്ടിൽ പുറംപണിക്ക് ആള് വന്ന ജാനകി പറഞ്ഞു, ഞാൻ പോകട്ടെ, 400 രൂപ കൂലി കിട്ടത്രേ. അതെന്തായാലും നന്നായി. ഇനി അവിടെ നോക്കിയിരുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. സമയമേ, ഞാൻ പോട്ടെ. എന്താ അഞ്ചു, ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? ഇല്ല ചേച്ചി, അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നിട്ടാ പണി. 2 ആഴ്ച പോകുമ്പോഴത്തേക്ക് എന്റെ നടു ഒടിഞ്ഞു. ഇന്ന് ഞാൻ ലീവ് പറഞ്ഞിരിക്കുക. എന്നാ ശരി മക്കളെ, ഞാൻ പണിക്ക് പോയിട്ട് വരാം. അമ്മേ. എന്താ മോളെ? വയ്യെങ്കി പണിക്ക് പോണ്ടാട്ടോ. അന്നത്തെ ദേഷ്യത്തിന് ഞാൻ പെട്ടെന്ന് എന്തോ പറഞ്ഞു പോയതാ. അമ്മന്റെ ചെലവിനുള്ള പൈസ ഒക്കെ ഞാൻ തന്നോളാം. വേണ്ട മോളെ, കുറച്ചു ദിവസം പണിക്ക് പോയപ്പോ തന്നെ കഷ്ടപ്പെടാൻ പൈസന്റെ വില എന്താ ഞാൻ മനസ്സിലാക്കി. 17 വയസ്സ് മുതൽ തൊട്ട് എന്റെ കുട്ടി പണിക്ക് പോയി കുടുംബം നോക്കിയതല്ലേ. എന്റെ മോളെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പോഴേച്ചി ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഞങ്ങൾ ഒരുപാട് തെറ്റ് ചേച്ചിനോട് ചെയ്തിട്ടുണ്ട്. സോറി ചേച്ചി. ഞാൻ രാഘവേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത ആഴ്ച മോളെ പെണ്ണ് കാണാൻ വരും അവര്. മതി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുത്ത്. ഇനിയെങ്കിലും മോള് വരെ രക്ഷപ്പെടും. അല്ല മക്കളെ, ഇന്നലെ വന്നല്ലേ ഉള്ളൂ, 2 ദിവസം കൂടി കണ്ടു പോയാ പോരെ? അയ്യോ അതല്ലമ്മേ, അടുത്ത ആഴ്ച ഇവിടെ ഡിഗ്രി എക്സാം അല്ലേ, എങ്ങനെയും പാസ്സാക്കി എടുക്കണം. അതൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. എന്നിട്ട് ഒരാഴ്ച ഇരുന്നിട്ടേ പോലും അല്ലേ. പിന്നെ നമ്മുടെ അഞ്ജുവിന് ചെക്കൻ നോക്കണ്ടേ? ജോലിയൊക്കെ കിട്ടി തരും, ഇനി വൈകണ്ടല്ലോ. അത് നിങ്ങൾ മക്കളെ 3 കൂടി തീരുമാനിച്ചാൽ മതി. എന്തായാലും ഞങ്ങൾ പോകുന്ന വഴിക്ക് അഞ്ജുന്റെ ഓഫീസിൽ കയറിയിട്ടേ പോ. നമുക്ക് അന്നേരം സംസാരിക്കാം. ശരി അമ്മ. ശരി മക്കളെ, പോയിട്ട് വാ.